ജലീൽ സലാമാവുമോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. ജലീൽ സലാമത്തായി സലാമാകാനുള്ള സാധ്യതയുമുണ്ട്. അതോടൊപ്പം ഡോക്ടറേറ്റുള്ള അബ്ദുള്ള കുട്ടി ആകാനുള്ള സാധ്യതയുമുണ്ട് എന്നാണ് പലരും സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു വച്ചിരിക്കുന്നത്. സംഗതി ഒരു കാര്യം എന്നെ കേൾക്കുന്ന സാധാരണക്കാരോട് പറയാം. ഇത്തരം ജീവികൾക്കൊന്നും ഇഖ്ലാസോ ഈമാനോ ഒന്നും ഹൃദയത്തിൽ തട്ടിയുള്ളതില്ല. യഥാർത്ഥത്തിൽ നമ്മൾ കടത്തിണ്ണയിലിരിക്കുന്ന ഒരു സാധാരണ കൂലിപ്പണിക്കാരൻ്റെയോ മീൻ കച്ചവടക്കാരൻ്റെയോ ആക്രി പണിയെടുക്കുന്നവൻ്റെയോ റോഡിൽ പണിയെടുക്കുന്നവൻ്റെയോ ഒന്നും ഒരു ആത്മാർത്ഥത അവനവൻ്റെ വിശ്വാസത്തോടോ സമൂഹത്തോടോ നാടിനോടോ ഒന്നും ഇക്കൂട്ടർക്കില്ല. ഇവർക്ക് ഇതെല്ലാം ഇവരണിയുന്ന വസ്ത്രങ്ങളെപ്പോലെ ഇവരെ തിളക്കമുള്ളതാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വെറും ഉപകരണങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് നമ്മുടെ ഡോക്ടർ KT ജലീൽ മിർജാഫറിലൂടെ സലാമുക്ക ആയാൽ അത്ഭുതപ്പെടാനുമില്ല. അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. സാമൂഹ്യ മാധ്യമത്തിൽ പലരും ചോദിക്കുന്നുണ്ട്, ഈ പറയുന്ന സലാമുക്ക ആയി മാറുമോ നമ്മുടെ ജലീലിക്കാന്ന്. സലാമുക്ക നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ VC ആയിരുന്നു. ലീഗ് കണ്ടെത്തിക്കൊണ്ടുവന്ന പൊന്മുത്താണ്. ലീഗും ഇനി അധികാരത്തിലൊക്കെ വരുമെങ്കിൽ ചില കാര്യങ്ങൾ പഠിക്കണം. വെറും പേര് മാത്രം നോക്കി പല കാളകളെയും തുരന്നുകൊണ്ട് വരരുത്. ഇത്തരം കാളകളെക്കാൾ നല്ലത് മറ്റ് പേരും മറ്റ് ജാതിക്കാരുമായ മനുഷ്യരെയും പ്രഗത്ഭരെയുമാണ്. കുറഞ്ഞപക്ഷം പ്രാഗൽഭ്യം കൊണ്ടാണ് അവരെ കൊണ്ട് വെച്ചതെന്നെങ്കിലും അവകാശപ്പെടാം. നമ്മൾ CHൻ്റെയൊക്കെ ചരിത്രത്തിൽ അവകാശപ്പെടുന്നത് പോലെ അതിൻ്റെ വലിപ്പവും മഹത്വവുമൊക്കെ നമുക്ക് പറയുകയും ചെയ്യാം. ഇത് കൊണ്ടുവരുമ്പോൾ സമുദായം ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കണം. എന്ന് പറഞ്ഞാൽ സലാമിനെ കൊണ്ടുവന്നത് വർഗീയവൽക്കരണത്തിനാണ് മറ്റേതിനാണെന്നും പറഞ്ഞ് പേരുദോഷം മുഴുവൻ സമുദായത്തിനാണ്. നാളുകളിലോ ഇത് നക്കി അങ്ങ് പോവുകയും ചെയ്യും. ഈ പോകുന്നതിൻ്റെ പേരുദോഷവും അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് അത് ഞാൻ ഇടയ്ക്കൊന്ന് ഓർത്തു പോയതാണ്. അങ്ങനെ ആകുമോ ജലീൽ എന്നാണ് ഇവരുടെ ചോദ്യം. ഏതായാലും ഇതിനെ സംബന്ധിച്ച് നമ്മുടെ അബ്ദുൾ റബ്ബും അതുപോലെ തന്നെ AP അനിൽകുമാറുമൊക്കെ വളരെ നന്നായി പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ട്. അബ്ദുൾ റബ്ബ് ഒരു വാപ്പയുടെയും മകൻ്റെയും കഥ പറഞ്ഞാണ് ഈ കുറിപ്പെഴുതിയിരിക്കുന്നത്. അതായത് ഈ പറഞ്ഞതുപോലെ KT ജലീൽ എന്ന് പറയുന്ന ആളിൻ്റെ ഓരോ സമയങ്ങളിലെ ഇരട്ടത്താപ്പ്. പണ്ട് അദ്ദേഹം എന്തോ ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് നവോത്ഥാന മതിൽ കെട്ടിയപ്പോൾ ആരാണ്ട് ആ വിഷയത്തിൽ അങ്ങനെ സ്ത്രീകൾ ഇറങ്ങുന്നതിന് എവിടെയോ എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞ് ഈ മതവിധി പറയേണ്ടത് പാണക്കാട് തങ്ങന്മാരല്ല എന്ന് പ്രസ്താവന ഇറക്കിയ ആളാണ് പുള്ളി. ഇപ്പോൾ സ്വർണ്ണക്കടത്തിൽ പാണക്കാട് തങ്ങൾ മതവിധി നൽകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് അബ്ദുൾ റബ്ബ് കുറിച്ചിട്ടുണ്ട്. അവിടെയും റിസ്ക്കുള്ള ടാസ്ക് തങ്ങന്മാർക്ക് കൊടുത്ത് മൂപ്പര് സേഫാണ് എന്നുള്ളതാണ് ഈ അബ്ദുൾ റബ്ബ് എഴുതിയ കുറിപ്പിൻ്റെ സാരം. മുൻ മന്ത്രി കൂടിയായ AP അനിൽകുമാറും ഏതാണ്ട് ഇതുപോലെ തന്നെ കുറിപ്പെഴുതിയിട്ടുണ്ട്. സാധാരണ അദ്ദേഹം മിതഭാഷയാണെങ്കിലും ഇതിൽ അദ്ദേഹം പറയുന്നത് സാധാരണ സിനിമകളിൽ നായകനും വില്ലനും 2 ദൗത്യങ്ങളാണ് നിർവഹിക്കുന്നത്. എന്നാൽ അൻവർ ഉയർത്തിയ വിഷയങ്ങളുടെ ആരവം കണ്ട് ആദ്യം നായകവേഷം കെട്ടി പോർട്ടൽ തുടങ്ങി ശ്രദ്ധേയനാകാൻ ശ്രമിച്ചപ്പോൾ MV ഗോവിന്ദൻ വിരട്ടിയപ്പോൾ അതിമതിയാക്കി. എന്നാൽ പിന്നെ മതേതരത്തിൻ്റെയും പിണറായി ഭക്തിയുടെയും ആൾരൂപമാകാമെന്ന് കരുതി മിർജാഫറിൻ്റെ പണിയെടുക്കരുത് എന്നുള്ളതാണ് വിനീതമായ ഒരു അഭ്യർത്ഥന. മിർജാഫറിൻ്റെ പണി സമുദായത്തിനകത്തെടുക്കരുത് എന്ന് ചരിത്രപരമായ ഒരു സംഗതി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്നത് AP അനിൽകുമാർ സാറാണ്. ഇവരൊക്കെയും ഈ വിഷയത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഒരു സഞ്ചാരപഥത്തെക്കുറിച്ച് എനിക്ക് തോന്നുന്നു KT ഹുസൈൻ എന്ന് പറയുന്ന ആൾ ഇട്ടിരിക്കുന്ന ഒരു കുറിപ്പ് ഞാൻ വായിക്കുകയുണ്ടായി. അത് വേറൊന്നുമല്ല, ഇദ്ദേഹം കടന്നു വന്ന വഴികളാണ്. എന്നെ അദ്ദേഹത്തിന് അറിയാനിടയില്ലെങ്കിൽ എനിക്ക് KT ജലീലിനെ കോളേജ് കാലം മുതൽ അറിയാം എന്ന് പറഞ്ഞാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ഞാൻ പ്രീ ഡിഗ്രിക്ക് PSMO കോളേജിൽ ചേർന്ന വർഷമാണ് ജലീൽ സിമിയുടെ തീപ്പൊരി പ്രഭാഷകനായി ബിരുദ പഠനത്തിന് അതേ കോളേജിൽ എത്തുന്നത്. പക്ഷേ അടുത്ത വർഷം തന്നെ അദ്ദേഹം സിമി വിട്ട് ചെയർമാൻ സ്ഥാനത്തേക്ക് സ്വതന്ത്രനായി മത്സരിക്കുന്നതാണ് കണ്ടത്. സിമി വിടാൻ കാരണം അദ്ദേഹത്തോട് ചെയർമാൻ സ്ഥാനത്തിന് പകരം UUC സ്ഥാനത്തേക്ക് മത്സരിക്കാൻ സിമി ആവശ്യപ്പെട്ടതാണ്. അല്ലാതെ സിമിയോടുള്ള എതിർപ്പ് കൊണ്ടല്ല. തൊട്ടടുത്ത വർഷം ടിയാൻ MSFൽ ചാടി ചെയർമാനാവുകയും ചെയ്തു. അതിനെക്കുറിച്ച് പിന്നീടൊരിക്കൽ ചോദിച്ചപ്പോൾ മുഷിഞ്ഞാൽ വസ്ത്രം മാറണമല്ലോ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം. പിന്നീട് മുസ്ലിം ലീഗ് വിടുമ്പോൾ പാർട്ടിക്കെതിരെയുള്ള അയാളുടെ പ്രധാന ആയുധം എക്സ്പ്രസ് ഹൈവേ, കരിമണൽ ഖനനം തുടങ്ങിയ വികസന പരിസ്ഥിതി പ്രശ്നങ്ങളായിരുന്നു. KT ജലീലിൻ്റെ ഈ നിലപാട് കാരണമാണ് കുറ്റിപ്പുറത്ത് കുഞ്ഞാലിക്കുട്ടിക്കെതിരെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായപ്പോൾ
സോളിഡാരിറ്റി പോലുള്ള നവസാമൂഹിക സംഘടനകൾ അയാളെ പിന്തുണച്ചത്. ഇതിൽ എഴുതാത്തൊരു കാര്യം, അന്ന് മുഴുവൻ ഓശാന പാടിയത് മാധ്യമം പത്രം കൂടിയായിരുന്നു. എന്നാൽ അതേ മാധ്യമം തന്നെ അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് UAE ഭരണാധികാരിക്ക് കത്തെഴുതിയതും ഇതേ ജലീലാണ്. പിന്നീട് അദ്ദേഹം CPIM സഹയാത്രികനാവുകയും മന്ത്രിസഭയിൽ അംഗമാവുകയും ചെയ്തു. CPM ഭരണത്തിൽ ഗെയിൽ, കേരയിൽ പോലെയുള്ള പരിസ്ഥിതി വിരുദ്ധവും മുതലാളിത്ത അനുകൂലവുമായ വികസന പദ്ധതികൾ വന്നപ്പോൾ ഇരകൾ അതിനെതിരെ രംഗത്തിറങ്ങിയപ്പോൾ നേരത്തെ ഭ്രഷ്ടാധിഷ്ഠിതമായി ജലീലിനെ പിന്തുണച്ചിരുന്ന മുസ്ലിം നവ സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ ആ സമരത്തെയും പിന്തുണച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇത് ഒരു തീവ്രവാദി സമരം ആയി എന്ന നിലയിലാണ്. ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഓരോ ഘട്ടങ്ങളിലും അദ്ദേഹം കടന്നു പോയപ്പോൾ ഓരോ ഘട്ടങ്ങളിലും അദ്ദേഹം കാണിച്ചിട്ടുള്ള ഈ കാര്യങ്ങളെ സംബന്ധിച്ചാണ് ഇതിൽ കുറിച്ചിട്ടുള്ളത്. എന്ന് വെച്ചാൽ ലീഗിൽ നിന്ന് പോയത് എത്രയും പെട്ടെന്ന് കുഞ്ഞാലിക്കുട്ടിയാകാനാണ്, സിമിയിൽ നിന്ന് പോയത് മറ്റൊരു കാര്യത്തിനാണ്. അദ്ദേഹം ഇഷ്ടാനുസരണം ആരെയും എങ്ങനെയും ആക്കും. അപ്പം ചുരുക്കത്തിൽ ഇനി പാർലമെൻ്ററി വ്യാമോഹമില്ല, അതുകൊണ്ട് ഇലക്ഷന് മത്സരിക്കുന്നില്ലെന്ന് പറഞ്ഞാലും വേറൊരുപാട് പദവികൾ കാത്തു കിടക്കുന്നുണ്ട്. വേറെയുള്ള നോമിനേറ്റഡ് പദവികളുണ്ട്, മറ്റു പലതുമുണ്ട്. അത്തരം ചില കാര്യങ്ങളൊക്കെയും എവിടെ നിന്നാണോ കിട്ടാൻ സാധ്യതയുള്ളത് അവിടേക്ക് ചരിയുന്നതിന് ഒരു മടിയില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ. പോർട്ടൽ ഉണ്ടാക്കി അഴിമതിക്കെതിരെ അങ്ങനെ പോരാടാൻ പോകുന്നു, ഫസ്റ്റ് വിക്കറ്റ് വീണു എന്നൊക്കെ പറഞ്ഞൊരാൾ മണിക്കൂറുകൾ കഴിയുന്നതിന് മുമ്പ് തിരിച്ചു പറയുന്നത് കേൾക്കുമ്പോൾ ലജ്ജ തോന്നാറുണ്ട്. അങ്ങനെ കുറേ അവസരവാദികളായ വായ്നോക്കികളെയും ഈ കാലഘട്ടത്തിൽ കണ്ടു, ഏത് പാർട്ടിയിലായാലും. അതായത് രഹസ്യമായി പറയുമ്പോൾ ഒരു നിലപാട്, പരസ്യമായി രംഗത്ത് വരുമ്പോൾ തൻ്റെ ഭാവിയും നിലനിൽപ്പും സംരക്ഷിച്ചുകൊണ്ട് മറുനിലപാട്. കുറഞ്ഞപക്ഷം മൗനം പാലിച്ചെങ്കിലും ഈ മനസ്സിൻ്റെ ഉള്ളിലുള്ള ഭാവങ്ങളോട് ഒരു അന്തസ്സ് കാണിക്കേണ്ടതാണ്. സാധാരണക്കാരായ മനുഷ്യരോട് പറയാനുള്ളത്, നിങ്ങൾ ഈ പേരും സംഗതിയും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കടുവ് വറുക്കുന്നത് പോലെ കേൾക്കുമ്പോഴേക്കും ഇവർക്കൊക്കെ എന്തിനോടൊക്കെയോ ആത്മാർത്ഥമായ കൂറുണ്ടെന്നൊക്കെ വിചാരിച്ചാൽ ഒരു ചുക്കുമില്ല. ഇവർക്ക് എവരുടെ തിളക്കവും എവരുടെ പ്രാധാന്യവും മാത്രമാണ് പ്രധാനം. അതിന് സലാമുക്ക ആവാൻ ഒരു മടിയും ഇവർക്കുണ്ടാവില്ല.